എറണാകുളം ജില്ലയിലെ ഇപ്പോഴത്തെ ഏറ്റവും ശക്തമായൊരു മഹല്ല് എന്ന് പറയുവാൻ കഴിയുന്നത് കലൂർ മഹല്ലാണ്. എറണാകുളം മണ്ഡലത്തിലെ കലൂർ ശാഖയായിരിക്കും. അവിടുത്തെ പള്ളിയുടെ പഴയ സെക്രട്ടറി മരിച്ചപ്പോൾ യഹിയ സാഹിബ് അദ്ദേഹത്തെ കബറടക്കുവാൻ കലൂർ മുസ്ലിം ജമാഅത്തിലേക്ക് മയ്യത്തും എത്തിയപ്പോൾ എല്ലാവർക്കും ഭയമായിരുന്നു. കാരണം അവിടെ ഒരു പുതിയൊരു രീതി ആ മഹല്ലിൽ മുജാഹിദുകളോട് സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് ഭയപ്പെട്ടിരുന്നു നമ്മളെല്ലാം. തൗഹീദ് ഉൾക്കൊണ്ട, പ്രത്യേകിച്ച് ഉമർ മൗലവിയോടൊപ്പം തെക്കൻ മേഖലകളിൽ ഓടി നടന്നിരുന്ന ബാക്കാക്കായുടെ മകൻ യഹിയയുടെ മയ്യത്ത് ഒരനാചാരവുമില്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ചു തന്ന തരത്തിൽ മറവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മുജാഹിദുകളെല്ലാവരും. എന്നാൽ അതിന് വിരുദ്ധമായി മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ തുടങ്ങി സൂറത്ത് മുൽക്ക് ഓതൽ അതവിടെ പുതിയതായി കാണുന്നതാണ്. അദ്ദേഹം കല്യാണം കഴിച്ചത് എറണാകുളം ജില്ലയുടെ ഒരു കാലത്തെ പ്രസിഡൻ്റായിരുന്ന പള്ളിപ്പാടൻ്റെ മകളെയാണ്. ആ മഹല്ലിൻ്റെ പ്രസിഡൻറ്റും കൂടിയായിരുന്നു അദ്ദേഹം. ഉമർ മൗലവി എല്ലാം തൗഹീദ് പറയുന്നത് ആരംഭിച്ച കാലത്തിൽ ആ സുന്നി മഹല്ലിൻ്റെ പ്രസിഡൻ്റായിരിക്കെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, ശിർക്ക് ബിദ്അത്തിനെതിരെ സ്വന്തം നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത് ജനങ്ങളെ ഉത്ബോധനം നടത്താൻ പരിശ്രമിച്ചിരുന്ന മഹത് വ്യക്തിയുടെ ബന്ധു കൂടിയാണ് മരിച്ച വ്യക്തി. ആ യാതൊരു നീതിയും ന്യായവുമില്ലാതെ തസ്ബീത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് അവസാനിക്കുന്ന അതേ നിമിഷത്തിൽ തന്നെ അവർ തലക്കീൻ ചൊല്ലാൻ തുടങ്ങി. ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പരമമായ സത്യമുണ്ട്. നമ്മളെല്ലാം മനസ്സിലാക്കിയ ആദർശം സതുദ്ദേശത്തോടുകൂടി, തന്മയത്തോടുകൂടി നമ്മുടെ സ്നേഹിതർക്കും നാട്ടുകാർക്കും സഹപാഠികൾക്കും അയൽക്കാർക്കുമെല്ലാം എത്തിച്ചു കൊടുത്തില്ല എങ്കിൽ അവരിൽ വിദ്വേഷം വളരുവാനും തമ്മിൽ തർക്കങ്ങളുണ്ടാകുവാനുമുള്ള അവസ്ഥ സംജാതമാകുമെന്ന് വളരെ ഭംഗിയായി തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ്, ബിദ്അത്ത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനൊരു ഭംഗം വന്നാൽ ആ ഭംഗം വരുത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്നും പിശാചാണ്. ആ പിശാചിന് അടിമപ്പെട്ടുകൊണ്ട് എന്തിന് നമ്മൾ ഇങ്ങനെ ഇത് നിരന്തരം പറയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ പിന്നെ സംഭവിക്കുന്നത് മുജാഹിദുകൾക്കിടയിലുള്ള ഭിന്നിപ്പ് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തെ മുതലെടുത്തുകൊണ്ട് അവിടെ ഷിർക്കിൻ്റെ പ്രചാരകർ, ബിദ്അത്തിൻ്റെ വക്താക്കൾ കടന്നു കയറാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. അതാണ് നമുക്കവിടെ ബോധ്യം വന്നത്. എത്രയോ കോടതി വിധികളുണ്ട്, എത്രയോ വഖഫ് ബോർഡ് വിധികളുണ്ട്, ഗവൺമെൻറ്റിൽ നിന്നുള്ള ഓർഡറുകളുണ്ട്. ഒരു വീട്ടിലെ മയ്യത്ത് അത് എങ്ങനെ പരിപാലിക്കണമെന്നും എങ്ങനെ മറവ് ചെയ്യണമെന്നും തീരുമാനിക്കാനുള്ള അവകാശം ആ വ്യക്തിയുടെ കുടുംബത്തിനും ആ വ്യക്തിയുടെ പിൻഗാമികൾക്കുമാണ് എന്നുള്ളത്. അതില്ലാഞ്ഞിട്ടല്ല അവർ അക്രമം പ്രവർത്തിക്കുന്നത്. ഒരു കാലത്ത് ഇസ്ലാഹി പ്രവർത്തകരെ ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നത് കല്യാണം ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് തരില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇന്നിപ്പോൾ അങ്ങനെ പറയാനുള്ള ധൈര്യം അവർക്കില്ല.
കാരണം നമ്മുടെ പള്ളികൾ അതിനുള്ള സൗകര്യമുണ്ടായി, കല്യാണ രജിസ്റ്ററുകളുണ്ടായി. ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന ആയുധം, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് മറവ് ചെയ്യില്ല, ഞങ്ങളുടെ ആചാരപ്രകാരമല്ലാതെ മയ്യത്ത് മറവ് ചെയ്യില്ല എന്നുള്ളതാണ്. അതിനും പരിഹാരമുണ്ടാകണം. ഒന്നിച്ചു നിന്ന് അതിനുവേണ്ടി നമ്മൾ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയാൽ സധൈര്യം അവർ അതിൽ നിന്ന് പിന്മാറും. കാരണം അവരുടെ ഇടയിൽ തന്നെ സംസാരമുണ്ട്. നമ്മൾ കല്യാണം രജിസ്റ്റർ ചെയ്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞ് മുജാഹിദുകൾ സ്വന്തം രജിസ്റ്റർ തുടങ്ങി, നമ്മളതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു, അല്ലെങ്കിൽ നമ്മളതിൽ തോൽക്കേണ്ടി വന്നു. ഇനി അവരുടെ മയ്യത്ത് നമ്മുടെ ഖബർസ്ഥാനിൽ വെക്കില്ല എന്ന് പറഞ്ഞാൽ അവർ വേറെ ഖബർസ്ഥാനുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ പരാജയപ്പെടുന്നത് നമ്മളായിരിക്കുമെന്നുള്ള സംസാരം അവരുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ സധൈര്യം നമ്മൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക, ക്ഷമയോടുകൂടി, സതുദ്ദേശത്തോടുകൂടി, സമാധാനത്തോടുകൂടി തൗഹീദും ബിദ്അത്തും ശിർക്കും സുന്നത്തുമെല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് ഓർമ്മപ്പെടുത്തുവാനും ആ പഴയ നമ്മുടെ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെയും നമ്മുടെ കുടുംബത്തെയും സാഹചര്യത്തെയും ഉണർത്തിക്കൊണ്ടുവരുവാനും വേണ്ടിയാണ് സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെയുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇതൊരു മുൻകരുതലാണ്. എവിടെ നമ്മുടെ ഐക്യം, നമ്മുടെ കൂട്ടായ്മ, നമ്മളുടെ യോജിപ്പ് കുറവ് വരുന്നുവോ അവിടെ നമുക്ക് ബലക്ഷയമുണ്ടാകുന്നു, അവിടെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, ശത്രുക്കൾ സജ്ജരാകുന്നു. ഇങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാകാതിരിക്കുവാൻ നിരന്തരമായ ഇങ്ങനെയുള്ള യോഗങ്ങൾ അത്യാവശ്യമാണ്. അത് മുടങ്ങാതെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യാഘോഷം മിനിയാന്ന് കഴിഞ്ഞു. സ്വാതന്ത്ര്യദിനം, 79ാമത്തെ സ്വാതന്ത്ര്യദിനം കഴിഞ്ഞു. ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്നും ഞങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നവരാണെന്നും അതിനുവേണ്ടി പ്രവർത്തിച്ചവരാണെന്നും അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണെന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഗതികേട് കൂടി മുസ്ലിങ്ങൾക്ക് സംജാതമായിരിക്കുകയാണ്. ഇത്രയും കാലം അതില്ലായിരുന്നു. നമ്മളെല്ലാം ചെറുപ്പത്തിൽ സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു സന്തോഷമായിരുന്നു. അതാരെയും കാണിക്കാനുള്ളതല്ല, നമ്മുടെ പൂർവികർ നമുക്ക് സമ്പാദിച്ചു തന്ന ഒരു അവകാശമാണ് ആ സ്വാതന്ത്ര്യം. ഇന്നിപ്പോൾ അതല്ല. ഞങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നവരാണ്, ഇന്ത്യക്കാരാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നതുകൂടി നമ്മുടെ കടമയായിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരുമയോടുകൂടി ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പരിപാടികളിൽ പങ്കാളികളാകുകയും തന്മയത്വത്തോടുകൂടി പ്രബോധന രംഗത്ത് സജീവരാകുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.